തൊട്ടടുത്ത് ഇരിക്കില്ലേ, ഒന്നിലും ഇങ്ങനെ ഒന്ന് തോളിൽ കൈയിട്ട് ഇരിക്കേ, അല്ലെങ്കിൽ ആ കൈ ഒന്ന് ഇങ്ങനെ പിടിക്കേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യില്ലേ. ഇങ്ങനെയൊക്കെ ആണോ, നമുക്ക് ഇതിനൊക്കെ താല്പര്യം ഇല്ലേ എന്ന് ഇനി ചോദിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എത്ര പൈസ മാതാപിതാക്കൾ എത്ര പൈസ ചിലവാക്കിയിട്ടാണ് മാരേജ് നടത്തി കൊടുക്കുന്നത്. എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് മാരേജ് നടത്തുന്നത്. എന്നിട്ട് അതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം അതെല്ലാം തകർന്നു പോവുക. സ്വപ്നങ്ങളും സന്തോഷങ്ങളും. ഹായ് ഡിയേഴ്സ്, കുറേ കാലമായിട്ടോ ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് ഷോർട്സ് എപ്പോഴും ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ഷോർട്സിൽ പറഞ്ഞാൽ തീരാവുന്ന ഒരു കാര്യമല്ല ഇത്, കുറച്ച് വിശദീകരിച്ച് പറയേണ്ടതാണ്. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും, നമ്മൾക്കെല്ലാവർക്കും പെൺമക്കളുണ്ടല്ലേ. അപ്പോൾ പെൺമക്കളുള്ള അമ്മമാർ എന്തായാലും ഇത് കേട്ടുള്ളൂ, കേൾക്കണം. അമ്മമാരും പെൺമക്കളും, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺമക്കളും ഇത് എന്തായാലും കേൾക്കണം. ഹലോ, ഞാൻ എവിടെ ഇരിക്കണമെന്നറിയോ? ആർക്കെങ്കിലും അറിയാൻ പറ്റും? ഞാൻ കാണിച്ചു തരട്ടോ, ലാസ്റ്റ് കാണിച്ചു തരട്ടോ ഞാൻ എവിടെ ഇരിക്കണം എന്നുള്ളത്. വല്ല ഇരിപ്പൊക്കെ കണ്ടാൽ എവിടെയോ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഞാൻ ഈ പറയാൻ പോകുന്ന സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ ബുദ്ധിയുള്ളവരുണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ കമൻറ്റിൽ. ഇന്ന സ്ഥലത്താണ് ഇരുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ളത് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല പറയാൻ വന്നത്. കുറച്ച് ദിവസമായി ഒരാഴ്ചയായി എൻ്റെ ഫ്രണ്ട് വിളിച്ചു കേട്ടോ. കേരളത്തിന് പുറത്താണ്. വിളിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട്, ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ ഫ്രീ അല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചു. പിന്നെ ഞാൻ ഫ്രീ ആയതിനു ശേഷം അങ്ങോട്ട് വിളിച്ചു. പക്ഷേ എനിക്കറിയില്ല ഇത്ര സീരിയസ് ആണ് കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ മാരേജ് കഴിഞ്ഞിട്ട് 2.5 വർഷമായിട്ടാണ്. ലവ് മാരേജ് ആയിരുന്നു. കേരളത്തിന് പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് വിശദമായിട്ടൊന്നും പറയുന്നില്ല, കാരണം എല്ലാവർക്കും മനസ്സിലാവും. ആ കുട്ടിയാണെങ്കിൽ വളരെ അടുപ്പുള്ളവരോട് മാത്രമേ ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഗൾഫിലാണ് പയ്യനും മോൾക്കും ജോലി. അവരിങ്ങനെ സുഖമായി ജീവിക്കുകയാണെന്ന് ഞാനെല്ലാം വിചാരിച്ചു, സന്തോഷിച്ചു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലേ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മക്കൾ സന്തോഷമായിരിക്കണം, സുഖമായിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞില്ല, അത് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ചോദിച്ചത്, ഇനിയിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ കുട്ടി ആവശ്യപ്പെടാറുണ്ട്. അത്രയും അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറയാനായിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്താ എന്നെ പറ്റിയിട്ട് എന്നോട് വല്ലതും ചോദിക്കാനാണോ? അല്ല, എൻ്റെ മോളെ പറ്റി സംസാരിക്കാനാണോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയോ മനസ്സിൽ കൂടി കടന്നു പോയി കേട്ടോ. അപ്പോൾ പറഞ്ഞത് ഒന്നുമില്ല, പിന്നെ അല്ലേതാ എൻ്റെ മോള് ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഷോക്കായി അല്ലേ. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ്. കാരണം അവർ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനു മുമ്പ് ഒന്നും പറയാതെ ഒരു മാക്സിമം ശരിയാവും എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയി. അവസാനം ഒട്ടും സഹിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ ഈ തീരുമാനം എടുത്തത്. അപ്പോഴാണ് പറഞ്ഞത്, ഈ പയ്യനെ സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അതൊക്കെ ശരി തന്നെ, സ്നേഹം എല്ലാം ഉണ്ടായിരുന്നു, നല്ല സ്നേഹം ഉണ്ടായിരുന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ല. ജോലിക്ക് പിന്നെ പോകാൻ എന്തോ കുറച്ച് മടിയായി എന്ന് തോന്നുന്നു. അത് പിന്നെ ആ കുട്ടിക്ക് ഒരു നല്ല ജോലി ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാം, പ്രശ്നമില്ല, ജോലി ആകുമ്പോൾ ആകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു. ഇതെല്ലാം സഹിക്കാം. പിന്നെ ഈ കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യമാണ് സഹിക്കാൻ പറ്റാത്തത്. അതായത് ആ കുട്ടിക്ക് വൈഫിനോട് യാതൊരു വികാരവും തോന്നുന്നില്ല. ഇതിപ്പോൾ ഈ പെൺകുട്ടിയോടൊന്നും മാത്രമല്ല, ആ കുട്ടിക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പം എന്ത് ചെയ്യും? ഫസ്റ്റ് നൈറ്റ് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വല്ലാതെ ഞാൻ ആയിട്ട് അത് കേട്ടപ്പോൾ. ഇവർക്കാണെങ്കിൽ മോളെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവർ മാരേജ് കഴിച്ചു കൊടുത്തത്. പയ്യൻ്റെ വീട്ടുകാർ സാമ്പത്തികമായി ഒട്ടും ഉയർന്ന നിലയിലായിരുന്നില്ല. പക്ഷെ പയ്യൻ നന്നായി പഠിച്ചതാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാരമില്ല അമ്മേ, എന്തായാലും അവൻ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു നല്ല ജോലി കിട്ടാതിരിക്കില്ല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട, അവൻ നന്നായി പഠിച്ചിട്ടുണ്ടോ,
അപ്പോൾ ഒരു നല്ല ജോലി കിട്ടും, അങ്ങനെ ഞങ്ങൾ സന്തോഷമായി ജീവിക്കാന്നുള്ളൊരു അവളുടെ തീരുമാനത്തിൻ്റെ പുറത്താണ് ഇവർ ആ കല്യാണം നടത്തി കൊടുത്തത്. വളരെ കൊച്ചു വീടായിരുന്നു. പറയുക ഒരു കാരണം ഒരേ ഒരു മോളേ ഉള്ളൂ അല്ല, എല്ലാവരും നമ്മളെക്കാളും കുറച്ചുകൂടി ഒരു പടി കൂടി നന്നായി ജീവിക്കുന്നവർ അല്ലെങ്കിൽ സാമ്പത്തികമുള്ളവർക്ക് കഴിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടാവില്ല. ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മളുടെ അതേ രീതിയിലെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണെന്നുള്ളത്. അപ്പോൾ എന്നിട്ട് അത് പോയി വീടെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരുന്നില്ല. എന്നിട്ടും അവിടെ ഒരു കട്ടില് പോലും ഉണ്ടായിരുന്നില്ല കിടക്കാൻ. അത്രയും കൊച്ചു വീടും സൗകര്യങ്ങളില്ലാത്ത ഒരു വീട് ആയിരുന്നു. എന്നിട്ട് ഇവർ മാരേജിന് ഇവരാണ് ഒരു കട്ടില് കൊണ്ടുപോയി കൊടുത്തത്. കട്ടില്, ബെഡ്, പിന്നെ ആ കുട്ടിക്ക് വെക്കാനുള്ള ബ്യൂറോ, അങ്ങനെ പല സാധനങ്ങളും ഇവർ വാങ്ങിക്കൊടുത്തു കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ അങ്ങനെ സാധാരണ പോലെ പോകുന്നുണ്ട്. ഇവർക്ക് മീറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ടൊന്നും വേറെ ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഏതൊരു പെൺകുട്ടിക്കും മടി ഉണ്ടാവുമല്ലേ ചോദിക്കാൻ. ഇതിപ്പോൾ സാധാരണ പുരുഷന്മാരൊക്കെ എങ്ങനെയാണ്, എല്ലാവർക്കും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇതിനോടൊക്കെ താല്പര്യം. മാരേജ് കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, അതൊരു പ്രധാനപ്പെട്ട സംഭവമാണല്ലേ. അപ്പം അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുള്ളൂ. അങ്ങനെ മാരേജ് ദിവസം പയ്യൻ്റെ വീട്ടിലായിരുന്നു ഫസ്റ്റ് നൈറ്റ്. അവിടെ പോയി കണ്ടപ്പോൾ ആ കുട്ടി അത്ഭുതപ്പെട്ടു കേട്ടോ, ഷോക്കായി. എന്താണെന്ന് ചോദിച്ചാൽ ഇവർ വാങ്ങിക്കൊടുത്ത കട്ടില് നമ്മൾ ഈ വീട്ടിനകത്ത് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന് കയറ്റുന്ന സമയത്ത് എല്ലാം അഴിച്ചു വെച്ചിട്ട് പിന്നെ ഉള്ളിൽ കൊണ്ടുവന്നതിന് ശേഷമാണല്ലോ അതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ഫിക്സ് ചെയ്യുക. ഇത് ഇവർ വാങ്ങിക്കൊണ്ട് അവിടെ കൊണ്ടുപോയി വെച്ച അതേപോലെ തന്നെ ചുമരിൽ ചാരിയിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാതെ എന്താ പറയുക, ആർക്കായാലും സങ്കടം വരുമല്ലോ അല്ലേ. ബെഡ്റൂം കണ്ടത് ഈ കുട്ടി മാത്രമേ ഉള്ളൂ, കൂടെ പോയവരൊന്നും കണ്ടില്ല ബെഡ്റൂം. എന്നിട്ട് അന്ന് രാത്രി ആ കുട്ടി, നല്ല സൗകര്യത്തിൽ ജീവിച്ച ആ കുട്ടി അന്ന് നിലത്ത് പായ ഇട്ടിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. ഉറക്കമൊന്നുമില്ല, കാളരാത്രി തന്നെ. എങ്ങനെ ഉറങ്ങാൻ പറ്റില്ല? ആ കുട്ടിയുടെ എല്ലാ പ്രതീക്ഷകളും അവിടെ തന്നെ അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നേരം വെളുപ്പിച്ചു. ആ കുട്ടി അമ്മയെ വിളിച്ചു, ഒരുപാട് പറഞ്ഞു, കരഞ്ഞു എന്നാണ് പറഞ്ഞത്. കൂട്ടത്തിൽ ഇവരും കരഞ്ഞു. കാരണം ഇവരൊന്നും ഇത് ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ. ആരായാലും ഒരു ഫസ്റ്റ് നൈറ്റ് പറഞ്ഞാൽ ഏതൊരു പുരുഷൻ്റെയും സ്ത്രീയുടെയും മനസ്സിൽ പല സങ്കല്പങ്ങളും ഉണ്ടാവും അല്ലേ. അത് എത്രമാത്രം മനോഹരമാക്കുക, റൂം മണിയറ എത്രമാത്രം പിന്നെ എന്താ ഭംഗിയുള്ളതാക്കുക, മെമ്മറബിൾ ആക്കാന്നുള്ള ആ ഒരു ത്രില്ല് എല്ലാവർക്കും ഉണ്ടാവില്ലേ. പക്ഷേ അതൊന്നുമില്ല. വീട്ടുകാർക്കും ഭയങ്കര വിഷമമായി, ആ കുട്ടിയും വിഷമിച്ചു. പിന്നെ എങ്ങനെയൊക്കെയൊക്കെ ദിവസങ്ങൾ തള്ളി നീക്കി. ഇങ്ങനെ 2.5 വർഷം യാതൊരു എന്താ പറയുക സ്നേഹങ്ങളും കാണിക്കാതെ, പങ്കിടാതെ, ബെഡ് ഷെയർ ചെയ്യാതെ അവർ കിടക്കുന്നത് ഒരു ബെഡിലാണ്. പക്ഷെ ഒന്നുമില്ല, ഒരു സംഭവങ്ങളും ഇല്ല. അങ്ങനെ പോയപ്പോൾ ആ കുട്ടി കുറേ കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറയാൻ തുടങ്ങി, നമുക്ക് ഡോക്ടറെ പോയി കാണാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് സൈക്കാട്രിസ്റ്റിനെ കാണാം, നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി പോകാനേ വില്ലിങ് ആയിരുന്നില്ല. ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് നീട്ടി കൊണ്ടുപോയി. അവസാനം കഴിഞ്ഞ മാസം നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, അല്ല അവിടെ ആയപ്പോൾ പറഞ്ഞു അത് ഒരുപാട് ചിലവാണ്, ഭയങ്കര ചിലവാണ്, ഞാനിവിടെ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിൽ വന്നാൽ അത്ര ചിലവൊന്നും ഇല്ലല്ലോ. എന്നാൽ ശരി, ആ കുട്ടി മാത്രമാണ് വന്നത്, പയ്യൻ മാത്രമാണ് വന്നത്, എന്നാൽ ഡോക്ടറെ കാണുകയെന്ന് പറഞ്ഞ് അപ്പോഴും കണ്ടില്ല. അവസാനം അവിടെ എത്തിയപ്പോൾ, ഗൾഫിലെത്തിയപ്പോൾ ആ കുട്ടി ചോദിച്ചു, നീ ഇങ്ങനെ ഒന്നും തീരുമാനിക്കാതെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, നീ എന്തുകൊണ്ട് ഡോക്ടറെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചു. ഇങ്ങനെ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ഫോഴ്സ് ചെയ്യേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒന്നും പറയാനില്ലല്ലോ കുട്ടിക്ക് അല്ലേ. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരുപാട് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഫസ്റ്റ് നൈറ്റേ എല്ലാം അസ്തമിച്ചു. പിന്നെ അവിടെ നിന്നോട്ടുള്ള ദിവസങ്ങളെ കുട്ടി എന്തെല്ലാം സഹിച്ച് ജീവിച്ചിട്ടുണ്ടാവില്ല. ഒരമ്മയും അച്ഛനും എന്തുമാത്രം സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വരുന്നതാണ് മക്കളെ. അവർക്കൊരു വിഷമം വന്നു എന്ന് പറഞ്ഞാൽ അവർക്കും താങ്ങാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ പയ്യന്മാർക്കും
എന്താ പറയുക, ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം അരുമയോടെയാണ് മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അവർക്ക് ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ സ്നേഹിച്ച് അല്ലേ. അപ്പോൾ എങ്ങനെ അവർക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റും? പാവം. എന്നിട്ടും അവർ പലതും ഇന്നത്തെ പെൺകുട്ടികൾ സഹിച്ചാണ് ജീവിക്കുന്നത്. സ്വന്തം വീട്ടിൽ രാജകുമാരിയെ പോലെ ജീവിക്കും അവർ. പിന്നെ അടുത്ത ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പല വീടുകളുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വീടുകളും പറയുന്നില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ പോയാലും രാജകുമാരികളെ പോലെ ജീവിക്കുന്നവരുണ്ട് കേട്ടോ. വളരെ ചുരുക്കമാണെന്ന് മാത്രം. എല്ലാം നമ്മൾ അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ പാടില്ലല്ലോ. സ്വന്തം വീട്ടിലേക്കാളും ഫ്രീഡും പിന്നെ എന്താ പറയുക, സന്തോഷവും സമാധാനം കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന പെൺകുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പല ഫ്രണ്ട്സും അങ്ങനെ ആയിരുന്നു. അവർ പറയാറുണ്ട് മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത്. അല്ലറ ചില്ലറ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും സ്വന്തം വീട്ടിലേക്കാളും സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ് അവർ പലരും. അപ്പം അതുപോലെ ആ അമ്മയും അച്ഛനും എത്രമാത്രം ഇത് കേട്ട നമ്മൾക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. ഇനി എത്ര പെൺകുട്ടികൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാനുള്ള എല്ലാ പ്ലാനുമായി 23-ാം തീയതിയാണ് ഹിയറിങ് വെച്ചിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ഒരുമിച്ചുള്ള തീരുമാനങ്ങളാണ്. അതുകൊണ്ട് വലിയ കാലതാമസമൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും. അതിൽ കാര്യമൊന്നുമില്ല. ഡിവോഴ്സ് ശരി, ഇനിയുള്ളതൊന്നും അനുഭവിക്കണ്ട. പയ്യനെ കൊണ്ട് വേറൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ട്. എന്തെങ്കിലും ഒന്ന് മതിയല്ലോ. ഇതും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് അത് അങ്ങനെ പോട്ടേന്ന് വെച്ച് വിടാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇന്ന് നന്നായി കള്ളു കുടിക്കുകയും അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുകയും അതൊക്കെ ആണെങ്കിൽ പോലും ശരി പോട്ടെ, എങ്ങനെയോ നമ്മൾ പലതും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട്. പക്ഷെ ഇത് അങ്ങനെ അല്ലല്ലോ അല്ലേ. അപ്പം അങ്ങനെ അത് തീരുമാനിച്ചു. അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായി. ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോൾ ഈ പയ്യൻ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും, തീർച്ചയായിട്ടും വീട്ടുകാർ കഴിച്ചു കൊടുക്കും. ആ പെൺകുട്ടിയും ഇത് തന്നെയല്ലേ അനുഭവിക്കുന്നത്. ഇതിപ്പോൾ ആ പെൺകുട്ടിക്ക് അറിയൂ എന്തുകൊണ്ടാണ്. ചിലപ്പോൾ ഈ പയ്യൻ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പറയുന്നത് ഈ പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും കുറ്റങ്ങളായിരിക്കും. അല്ലാതെ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് ആ കുട്ടി പറയുമോ? ആ പയ്യൻ പറയുമോ? ഒരിക്കലും പറയില്ല. ഇനിയൊരു പെൺകുട്ടിയുടെയും കൂടി ജീവിതം നശിപ്പിക്കാനാണ് പോകുന്നത്. അമ്മമാരെ എത്ര പൈസ, മാതാപിതാക്കൾ എത്ര പൈസ ചിലവാക്കിയിട്ടാണ് മാരേജ് നടത്തി കൊടുക്കുന്നത്. എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് മാരേജ് നടത്തുന്നത്. എന്നിട്ട് അതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം അതെല്ലാം തകർന്നു പോവുക, ആ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം തകർന്നു പോവുക എന്ന് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോഴേ വല്ലാത്തൊരു വിഷമമാണ് മനസ്സിലായത്. നമ്മൾക്ക് ഇത് പറഞ്ഞത് കേട്ടിട്ട് തന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിനൊരു സമാധാനമില്ല. കാരണം എനിക്ക് ഇനിയൊരു മോളും കൂടി കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലല്ല, എല്ലാ അമ്മമാരും ഇത് കേൾക്കുന്ന എല്ലാ അമ്മമാരുടെ മനസ്സിലും ഒരു തരം ആദ്യമായിരിക്കും, ഈശ്വര ഇനി എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കളുടെ കാര്യം എന്താവോ, ഇനിയിപ്പോൾ എങ്ങനെയാണോ വരിക. ഇതൊക്കെ ഇപ്പോൾ ഒന്ന് തുറന്ന് ചോദിക്കാൻ പറ്റുമോ? ലവ് മാരേജാ, സ്നേഹിക്കുന്ന സമയത്തും ഇങ്ങനെയൊക്കെ ആണോ, നമുക്ക് ഇതിനൊക്കെ താല്പര്യം ഇല്ലേന്ന് ഇനി ചോദിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ കുട്ടിയുടെ ഒരു കാര്യം. ഇതിനു മുമ്പ് കുറച്ച് ഒരു 1.5 വർഷം മുൻപ് എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കുട്ടിയാണ്. ആ ഫ്രണ്ടിൻ്റെ മോളുടെ മാരേജ്. ആ കുട്ടിക്കാണെങ്കിൽ മാരേജ് കഴിക്കാനേ താല്പര്യമില്ല, മാരേജ് വേണ്ടാന്ന് പറഞ്ഞിരിക്കണ കുട്ടിയായിരുന്നു. ആ കുട്ടിയെ ഫോഴ്സ് ചെയ്ത് അല്ല, എല്ലാ അമ്മമാർക്കും മക്കളെ മാരേജ് കഴിഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കണത് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെ മകളെ ഫോഴ്സ് ചെയ്ത് ഒരു മാരേജിന് പിന്നെ സമ്മതിപ്പിച്ചു. ചെക്കൻ കാണാൻ വന്നു, പെണ്ണ് കാണാൻ വന്നു, എല്ലാം റെഡിയായി. പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ ഇഷ്ടമല്ല ഇവിടെ നോക്കേണ്ടത്. പക്ഷെ അമ്മയ്ക്ക് എന്തോ അന്ന് തന്നെ പയ്യൻ്റെ പെരുമാറ്റത്തിലൊക്കെ സംസാരത്തിലൊക്കെ എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ടോ എന്നൊരു തോന്നൽ. എന്തോ ഇങ്ങനെ കൊഞ്ചി എന്തോ ഒരു പ്രത്യേക ടൈപ്പ്. അപ്പോൾ അവൾക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടില്ല. മോൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാവുകയും ചെയ്തു. കുറച്ച് അപാകതകളൊക്കെ ഉണ്ട്. ഹൈറ്റൊക്കെ കുറേ നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയാണ് ഒരു പൊട്ടിക്ക് ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അതൊരു പ്രശ്നമായിരുന്നു, ഹൈറ്റ് ഇല്ല എന്നുള്ളത്. കാരണം വരുമ്പോൾ അറിയില്ല, ഫോട്ടോ ആണ് നേരത്തെ കണ്ടത്. അപ്പോൾ ഫോട്ടോയിൽ അങ്ങനെ ഹൈറ്റൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ വന്ന് കണ്ടപ്പോൾ ഹൈറ്റൊക്കെ വളരെ കുറച്ച് കുറവുള്ളതുപോലെ തോന്നിക്കണം.
ഒരു പൊടിക്കാണ് ഉയരം കുറവെങ്കിലും അത് കാണുമ്പോൾ അല്ലേ എല്ലാവരും ഒന്ന് ഒരു കുറച്ചെങ്കിലും ഒരു മാച്ച് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കത്ര താല്പര്യം, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് മാരേജ് നടത്തി തന്നാൽ മതി, എനിക്ക് മാരേജേ വേണ്ട പറഞ്ഞിരിക്കുന്ന എന്നെ അമ്മയാണ് നിർബന്ധിച്ച് ഇവിടെ വരെ എത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇത് തന്നെ മതി, എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ എൻഗേജ്മെൻ്റ് എല്ലാം നടത്തി. എൻഗേജ്മെൻറ്റ് നടത്തി. എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാനൊരു ആക്സിഡൻ്റായിട്ട് ഇവിടെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ശരി, ഫ്രണ്ട് വിളിച്ചു, സംസാരിച്ചു, നന്നായി നടന്നു. നീ വരാത്തതിൽ നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നതിന് അല്ലേ, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ നമ്മളുടെ കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സന്തോഷിച്ചു. മാരേജിന് ഞാൻ എന്തായാലും വരും, എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോണ്ട് ഫ്രണ്ട് വിളിക്കും രാവിലെ നേരത്തെ 7 മണിക്ക്. എനിക്ക് ഈ ആരെങ്കിലും പതിവില്ലാതെ ഈ 7 മണിക്കൊക്കെ, സാധാരണ അവർ വിളിക്കുന്നത് രാത്രിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർ രാവിലെ 7 മണിക്ക് വിളിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും മരിച്ചു എന്ന് പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയാനാണ് ഈ സമയത്തൊക്കെ അർജൻറ്റായിട്ട് അവർ വിളിക്കുക. അപ്പോൾ 7 മണിക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സോറി എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അറിയാതെ പേര് പറഞ്ഞുപോയി, അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് ഞാൻ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. സംഭവം അന്വേഷിച്ചപ്പോൾ പയ്യൻ ഗേ ആണ്. അതെങ്ങനെയാണ് അറിഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിടയ്ക്കൊന്ന് സിനിമയ്ക്കോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ ഇങ്ങനെ പോകാറുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഫോൺ ചെയ്യാറുണ്ട്. വീണ്ടും ആ കുട്ടിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട്, ഞാൻ പറഞ്ഞില്ല ഒരു സംശയം തോന്നി, എന്തോ ഒരു അപാകത പെരുമാറ്റത്തിലൊക്കെ ഉണ്ട് എന്ന് തോന്നി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മകൾ വന്ന് അങ്ങനെ ഓരോന്നും പറയും, എന്തൊക്കെ പറഞ്ഞു ഏതൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഫോൺ വിളിക്കണം അങ്ങോട്ട്, എന്നാലേ ആ പയ്യൻ എടുക്കുള്ളൂ. അല്ലാതെ ആ പയ്യൻ ഇന്ന് വരെ ഈ കുട്ടിയെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ കുട്ടി 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് എന്നെ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. വിളിക്കണില്ല എന്ന് കാണുമ്പോൾ ഈ കുട്ടി തന്നെ അത്രയും ഇനിയും കാത്തിരിക്കാൻ വയ്യ പറഞ്ഞിട്ട് വിളിക്കും. അപ്പോഴും ഈ കുട്ടിക്ക് സംഭവങ്ങളൊന്നും അറിയണില്ല കേട്ടോ. എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ മകളുടെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഇവരൊന്ന് സിനിമയ്ക്ക് പോട്ടെ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അമ്മമാരല്ലേ, അതിനൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ നാളെ കല്യാണം കഴിക്കാൻ പോകുന്നവരെ വേറെ എവിടേക്കൊന്നുമല്ല. പിന്നെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അപ്പോൾ അവർക്ക് അവരെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ പിന്നെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. വന്നപ്പോൾ എന്ത് പറയാ, എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുമല്ലോ. ഒരു അമ്മയും മോളും തമ്മിലുള്ള എന്താ പറയുക, പ്രൈവസി ആയിട്ടുള്ള സംഭാഷണങ്ങളാണ്. അത് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനെ ഒരു സംശയം ഒരു അമ്മയുടെ മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ അമ്മമാർ അത് ഒബ്സർവ് ചെയ്യും, അന്വേഷിക്കും അതിനെക്കുറിച്ച് അല്ലേ. അപ്പോൾ മോള് പറഞ്ഞു അതിന് കൂളായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ചിലവരൊക്കെ ആണെങ്കിൽ സിനിമ കാണില്ല പറഞ്ഞൊന്ന് കൈയൊക്കെ ഒന്ന് അടുത്ത് കയ്യിലൊക്കെ വെച്ച് അല്ലേ ഒന്ന് തലോടെ അങ്ങനെയൊക്കെ ചെയ്യില്ലേ. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യില്ലേ, നാളെ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, തൊട്ടടുത്ത് ഇരിക്കില്ലേ. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തോളിൽ കൈയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ആ കൈ ഒന്ന് ഇങ്ങനെ പിടിക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യില്ലേ. അപ്പോൾ ഒന്നും നടന്നില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് നല്ല സംശയമായി. അപ്പോൾ ആ കുട്ടി ഇവിടെ പോത്തനൂരാണ് ജോലി ചെയ്യുന്നത് കേട്ടോ, നല്ല ഗവൺമെൻറ് ജോലിയാണ് പഠിക്കുന്നത്. അവിടെ പോയി അന്വേഷിച്ച് പറഞ്ഞു ആള് കുറേ പ്രശ്നങ്ങളുള്ളത്, കുറേ എന്താ പറയുക ബാഡ് ഹാബിറ്റുള്ള ആളാണ്. അതായത് ഗേ ആണ് റൂമിൽ. അതങ്ങനെ അവിടെയുള്ളവർക്കൊക്കെ ഏകദേശം അറിയാലോ. ഞങ്ങൾ ഇയാൾക്ക് ഇങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള കുറേ പേര് അയ്യോ ഏത് പെൺകുട്ടിയാണോ ഇങ്ങനെ ചതിയിൽ വന്ന് പെടാൻ പോകുന്നത്, എന്താണ് അറിയിക്കാൻ ഒരു വഴിയില്ലല്ലോ എന്നൊക്കെ അവർ ആലോചിക്കുകയായിരുന്നു, വിഷമിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതം പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അവസാനം അവർ വന്ന് അറിഞ്ഞു, ഇവിടെ വന്ന് പറഞ്ഞു, മകളോട് പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് മകൾക്കും അല്ലേ, പാവം കുട്ടികളല്ലേ, അവരിത്ര ഡീപ്പായിട്ടൊന്നും അവർക്ക് ആലോചിക്കുന്നില്ലല്ലോ.
അവർ വിചാരിക്കും ഓ ആള് പക്ക ഡീസൻ്റാണ്, മാരേജിന് ശേഷം എല്ലാം മതി, ടച്ചിങ് പോലും അല്ലെ ദേഹത്തൊരു ടച്ച് ചെയ്യുന്നത് പോലും മാരേജ് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് എന്നൊക്കെ പാവം കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അപ്പം പിന്നെ കുറച്ച് 2 ആഴ്ചയും കൂടി ഇങ്ങനെ ഒബ്സർവ് ചെയ്തു. സംഭവം പെൺകുട്ടിക്കും കാര്യം മനസ്സിലായി, ഇയാൾക്കും ഇതിനോട് യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളത്. പിന്നെ അവരോട് മാത്രമേ ഉള്ളൂ. ഇതാണെങ്കിൽ ആരോടും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിൻ്റെ മകനാണെങ്കിൽ അങ്ങനത്തെ മോശമായ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ലേഡീസിനോടാണെങ്കിലും താല്പര്യമില്ല, ഒന്നും തോന്നാത്ത, ഒരു വികാരം തോന്നാത്ത ഒരാളാണ്. അങ്ങനെ ഇത് മക്കളെ ഇതിപ്പോൾ അമ്മമാരായാലും ശരി പെൺകുട്ടികളായാലും ശരി കേട്ടോ, നിങ്ങളിത് വളരെ സൂക്ഷിച്ചിട്ട് വേണം. ഇനിയുള്ള കാലത്ത് ഇതൊക്കെ കുറച്ച് ഡീപ്പായിട്ട് തന്നെ ചോദിക്കേണ്ടി വരും. ഒരു നാണോ മാനവും ഇല്ലാണ്ട് ചോദിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അവസാനം മാരേജ് കഴിഞ്ഞിട്ട് ഇതുപോലെ വേണ്ടാന്ന് വെക്കേണ്ടി വരും. നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, വിളിക്കുക പോലും ചെയ്തു മാരേജ്. മാരേജിന് കുറച്ച് ഇപ്പം 2ാമത്തെ കാര്യം കേട്ടോ, മാരേജിന് എല്ലാവരെയും ക്ഷണിച്ചു. എന്നിട്ട് ഈ 7 മണിക്ക് വിളിച്ചപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. എന്താ ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിയോ, പയ്യൻ എന്തെങ്കിലും. അപ്പോഴും നമ്മൾ ഇതാണെന്നൊന്നും വിചാരിക്കണില്ലല്ലോ. എല്ലാവരും മനസ്സിലും ഇല്ലേ പെട്ടെന്ന് ഒരു 10 മണിക്ക് ശേഷം വിളിക്കാത്തവർ പെട്ടെന്ന് വിളിക്കുക, അല്ലെങ്കിൽ പുലർച്ചെ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു മിന്നൽ അല്ലേ വരും. തീർച്ചയായിട്ടും ഒരു ഇടിവെട്ടേറ്റ പോലെ തോന്നും നമുക്ക് പെട്ടെന്ന്. അങ്ങനെ ഇതും ക്യാൻസലായി. എല്ലാം അറിഞ്ഞ് പിന്നെ വീട്ടുകാരോട് ആ പയ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല, പിന്നെ അങ്ങനെയൊന്നും ഇല്ല, നോക്കാം നമുക്ക്, അതാണ്, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. വീട്ടുകാർ, ഇവരുടെ പെൺകുട്ടിയുടെ വീട്ടുകാർ സ്ട്രോങ് ആയിട്ട് നിന്നു. കാരണം ഇതൊന്നും ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നതല്ലല്ലോ ജീവിതം അല്ലേ. ജീവിതത്തിന് അതിൻ്റേതായ ഒരു സീരിയസ്നെസ് നമ്മൾ കൊടുക്കണം. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പയ്യൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞാണ് അത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ അമ്മയും അച്ഛനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ശരിയാവുമോ? അപ്പം അങ്ങനെ അതും വേണ്ടെന്ന് വെച്ചു. എൻ്റെ അറിവിൽ ഇപ്പം ഇത് 2ാമത്തെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുപ്പിച്ചിട്ട് 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ അടുപ്പിച്ച് 2 കേസുകൾ എനിക്ക് നേരിട്ട് അറിയുന്നവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കേട്ടതാണ്. അപ്പോൾ പാരൻസ് ആണെങ്കിലും പെൺകുട്ടികളെ മാരേജ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അന്വേഷിക്കുക. ഇത്രയും പൈസ ചിലവാക്കി ഒരുപാട് സ്വപ്നങ്ങളും കണ്ട് നമ്മൾ മാരേജ് കഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ഇങ്ങനൊരു അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ. പെൺകുട്ടികളാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാ കാര്യത്തിലും, ഇതിപ്പോൾ ഈ വക കാര്യത്തിൽ മാത്രമല്ല, ഓവർ ഡ്രഗ്സ് അഡിക്റ്റഡ് ആണോ, ഇപ്പോൾ കുടിക്കാത്തവരാരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കുടിക്കുന്നത്, ലേഡീസ് അടക്കം കുടിക്കുന്നവരാണ് ഇന്ന്. അപ്പോൾ പിന്നെ ജെൻസിൻ്റെ കാര്യം പറയാനുണ്ടോ? അതല്ല, എല്ലാം ഒരു ഈ വക കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റിനനുസരിച്ച് പോകുന്നത് ശരി, ഓക്കെ, അത് വലിയ പ്രശ്നമല്ല. എന്നാലും വലിയ പ്രശ്നങ്ങളാണ്. പക്ഷെ നമുക്ക് ഒന്നും കുടിക്കാത്ത ഒരാളെ കിട്ടണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പം എൻ്റെ മകൾ അങ്ങനെയാണ്. എൻ്റെ മകൾ പറയുന്നത് കുടിക്കാത്ത ആളായിരിക്കണം, സിഗരറ്റ് വലിക്കാത്ത ആളായിരിക്കണം, കഞ്ചാവ് ഒന്നും പാടില്ല, പിന്നെ വെജിറ്റേറിയൻ ആയിരിക്കണം, പിന്നെ കാണാൻ നല്ല ലുക്ക് വേണം. അവളുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് നീ അവിടെ തന്നെ ഇരുന്ന് മുരടിക്കുകയേ ഉണ്ടാവുള്ളൂ, നമുക്ക് ഒരിക്കലും ഇതെല്ലാം ചേർന്ന് ഒരാളെ കിട്ടാൻ പോകുന്നില്ല എന്ന് ഫ്രണ്ട്സ് പറയാറുണ്ട് കേട്ടോ. നമ്മൾക്കും സംശയമാണ് ഇതെല്ലാം കൂടി ഒത്തുവരുമെന്നൊന്നും നമ്മൾക്ക് അറിയില്ല. എന്താ എല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കുക, അങ്ങനെ വരട്ടെ. എല്ലാ പെൺകുട്ടികളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ. ഇനിയും അബദ്ധങ്ങളൊന്നും പറ്റാതെ എല്ലാ കാര്യങ്ങളും നന്നായി അന്വേഷിച്ച് ജീവിക്കുക. പെൺകുട്ടികൾ മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും. പാരൻസും അതുപോലെ വളരെ ശ്രദ്ധ വേണം. ഇത്രയും എനിക്ക് പെട്ടെന്ന് പറയണമെന്ന് തോന്നി. ഒരുപാട് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയൊക്കെ ആയി തുടങ്ങി. ലോങ് വീഡിയോ, ഷോർട്സ് ആകുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എല്ലാ ദിവസങ്ങളിലും ഇടാറുണ്ട്. ഇത് കുറച്ച് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്കൊന്ന് ഷെയർ ചെയ്യണം, ഈ ഒരു മനസ്സിലാക്കിയത് എനിക്കൊന്ന് ഷെയർ ചെയ്യണം. പല പെൺകുട്ടികളും ഇതൊന്ന് മനസ്സിലാക്കി, പാരൻസും ഇത് മനസ്സിലാക്കി കുറച്ച് നല്ല സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ, അന്വേഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇട്ടത് കേട്ടോ. എല്ലാവർക്കും പ്രയോജനകരം ആയിട്ട്, എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ
വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ശരി. പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, ഞാൻ എവിടെ ഇരിക്കുന്നത് എന്നൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മനസ്സിലായോ എവിടെ ഇരുന്നത്? എന്ത് സുഖമല്ലേ ഇത്രയും നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ ഇത്രയും സ്പേസ് ഒക്കെ ഒഴിഞ്ഞ് കിടക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സുഖം. എപ്പോഴും ചില സമയത്തൊക്കെ അങ്ങനെ പാത്രങ്ങളായിക്കോട്ടെ, എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ വൃത്തിയായിട്ട് വെക്കാനൊന്നും എനിക്ക് പറ്റില്ല. നമ്മൾ പെട്ടെന്ന് രാവിലെ എവിടേക്കെങ്കിലും പോകണം എന്ന് പറയുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പ്ലേറ്റ് പോലും കഴുകി വെക്കാൻ സമയം ഇല്ലാതായാലും ഓടുക. അപ്പോഴൊക്കെ ഭയങ്കര വശാന്ന് കിടക്കട്ടോ. വന്ന് കണ്ടാൽ എനിക്ക് തന്നെ തല ചുറ്റും. അപ്പം എല്ലാ സമയത്തും രാവിലത്തെ പണി കയ്യോടെ കഴുകി വെച്ച് വൃത്തിയാക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കയ്യോടെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ എല്ലാം സിമ്പിളായിട്ട് പോകും. അതല്ലെങ്കിൽ വന്ന് ഉച്ചക്കലത്തെയും രാവിലത്തെയും ഒക്കെ കൂടി ആയി കഴിയുമ്പോൾ നമുക്കത് ലോഡായിട്ട് തോന്നും, ഭയങ്കര മടുപ്പ് തോന്നും. ഇതിപ്പോൾ 4-5 ദിവസമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല. അപ്പം എല്ലാം സമയത്തിന് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വൃത്തിയായിട്ടിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലേ? നിങ്ങളൊക്കെ ഇരിക്കാറുണ്ടോ കൗണ്ടർ ടോപ്പിൽ? അങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് മക്കളെ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത്. വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ സിമ്പിളായിട്ട് ചോറൊക്കെ കുറച്ച് ചെയ്തു. ചോറും കറി, പിന്നെ മുട്ട വറക്കാമെന്ന് വിചാരിച്ചു, പപ്പടം കാച്ചാമെന്ന് വിചാരിച്ചു ഇന്ന് സിമ്പിളായിട്ട്. പക്ഷെ നോക്കിയപ്പോൾ ചോറ് തികയില്ല, കുറച്ചേ ഉള്ളൂ. എനിക്കും കഴിക്കണം, അമ്മയ്ക്കും കഴിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തറിയോ, സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി. 10 മിനിറ്റിലെ കാര്യമില്ല, വേഗം വെജിറ്റബിൾസ് കട്ട് ചെയ്യുക. പിന്നെ ടൊമാറ്റോ, ഗാർലിക്, അത് ഇതൊക്കെ ഇട്ട് ഗ്രീൻ പീസ് കുറച്ച് ഞാൻ കുതിർത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്ക് എടുത്തിടാം. കുറച്ച് ബസ്മതി റൈസും ഉണ്ടായിരുന്നു, അത് വെച്ച് വേഗം 10 മിനിറ്റ് കൊണ്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കി. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാൻ പ്ലേറ്റിലെടുക്കും എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീണ്ടും എല്ലാവരോടും ഞാൻ യാത്ര പറയുന്നു. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ബൈ ബൈ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ അടുക്കള. ഇതാണ് കേട്ടോ കുക്കറിലെ ബിരിയാണി ഉണ്ടാക്കി വെച്ചത്. ഇത് ഉപ്പാക്കി വെച്ച പാത്രം കേട്ടോ, ഭരണി കല്ലുപ്പാക്കി വെച്ചതാണ് കേട്ടോ. ബാക്കി അതിൽ പൊടിയുപ്പ്, ആവശ്യത്തിന് പൊടിയുപ്പ് ഇതിലുണ്ട്, കാണുന്നുണ്ടോ? പൊടിയുപ്പ് ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര നേരം ഇരുന്ന് സംസാരിച്ചത് ഇതാ ഈ സ്ഥലത്താണ് കേട്ടോ. കിച്ചനാണ്, എൻ്റെ കിച്ചനായിരുന്നു. കുറേ ഇവിടെ വെച്ച് ഇങ്ങനെ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എപ്പോഴും ഞാൻ ഇരിക്കാം. അപ്പം അങ്ങനെ ഇരുന്നു അല്ലേ, ഇങ്ങനെ എപ്പോഴും കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. എന്നിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഞാനിന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്ത് വെച്ചതായിരുന്നു. എനിക്ക് എത്രത്തോളം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണം അത്രത്തോളം ഇഷ്ടമാണ്. ഗ്യാസ് സ്റ്റവ് പോലും ചിലപ്പോൾ പാടില്ല എന്ന് എനിക്ക് തോന്നും കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വയ്ക്കാൻ പറ്റിയ സൗകര്യം ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഒരു മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, പൂവൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മക്കളെ. ബാക്കി ഇതിനകത്ത് ഇതിങ്ങനെ അടങ്ങിയിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വെച്ച് ഇരിക്കുന്നതുകൊണ്ട് ഈ പുറം ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ വെജിറ്റബിൾ ബിരിയാണി. പെട്ടെന്ന് റെഡിയാക്കിയതാണ്, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വെജ് ബിരിയാണി കണ്ടോ. ഇങ്ങനെ എളുപ്പം നമുക്ക് പെട്ടെന്ന് സമയമില്ല, വിശാലമായി ഉണ്ടാക്കാനൊന്നും സമയമില്ല എന്നുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്.
സിമ്പിൾ പണിയാണ്. ശരി, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.